ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും നമ്മൾ 4 അധ്യായങ്ങൾ അതൊന്ന് അർത്ഥതലത്തിൽ അതിൻ്റെ അർത്ഥം ഒന്ന് വിചാരം ചെയ്തുകൊണ്ട് അതിനൊരു ശ്രമം നടത്തിക്കൊണ്ട് അത് പൂർത്തിയാക്കി ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. ഇനിയും നമ്മൾ പതിവുള്ളതുപോലെ അടുത്ത അധ്യായത്തിൻ്റെ കഥാസാരം നമ്മൾ പറഞ്ഞിട്ട് പിന്നീടാണ് ഓരോരോ ശ്ലോകങ്ങളിലൂടെ വ്യാസഭഗവാൻ അതെങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നതെന്ന് കാണുന്നത്. ഇന്നപ്പോൾ നമുക്ക് 5-ാമത്തെ അധ്യായത്തിൻ്റെ കഥാസാരമൊന്ന് നോക്കാം. ഈ 5-ാമത്തെ അധ്യായത്തിൽ വ്യാസഭഗവാൻ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ജാതകർമ്മ സംസ്കാരം നടത്തുന്നതും നമുക്കറിയാം. 16 ഷോഡശ സംസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജാതകർമ്മം നടത്തുക എന്നുള്ള ആ ഒരു സംസ്കാരവും അതിനുശേഷം നന്ദഗോപരുടെ മധുരയിലേക്കുള്ള വരവും ഒക്കെയാണ്, കംസന് കപ്പം കൊടുക്കാൻ വരുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ശ്രീശുക മഹർഷിയും പരീക്ഷിത്ത് മഹാരാജാവിനോട് കഥ തുടർന്ന് പറയുകയാണ്. നമ്മൾ തൊട്ട് മുൻപുള്ള അധ്യായത്തിൽ കംസനിങ്ങനെ തൻ്റെ അനുചരന്മാരെ കൊണ്ട് എല്ലാ സജ്ജനങ്ങളെയും 4 ദിക്കിലും ദ്രോഹിക്കുന്ന പറഞ്ഞുവെങ്കിൽ ഇത് ഒരു പ്രസന്നത തുളുമ്പുന്ന ഒരു അധ്യായമാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നമുക്ക് ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ കളികൾ ഒക്കെ അങ്ങനെ തുടങ്ങുകയാണ്. ഭഗവാന്റെ ജാതകർമ്മ സംസ്കാരം മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഗോകുലത്തിലാകട്ടെ ഒരു പുത്രനുണ്ടായ ഒരു ആഹ്ലാദത്തിൽ മഹാമതിയായിട്ടുള്ള ആ നന്ദഗോപര് രാവിലെ കുളിച്ച് ശുചിയായിട്ട് ദൈവജ്ഞരായിട്ടുള്ള ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തി മന്ത്രപ്രാർത്ഥനകളും ജാതകർമ്മവും അതേപോലെ തന്നെ പിതൃദേവാർച്ചനകളും ഒക്കെ ഈ ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിച്ചു. തൻ്റെ ഉണ്ണികൾക്ക് രോഹിണി ദേവിയിലുണ്ടായ ഉണ്ണിയാണെങ്കിലും യശോദാമയിലുണ്ടായ ഉണ്ണിയാണെങ്കിലും അവർക്കൊക്കെ വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഈ ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ ബ്രാഹ്മണർക്ക് പൊന്നണിഞ്ഞിട്ടുള്ള 2 ലക്ഷം പശുക്കളെയൊക്കെ ദാനം ചെയ്തു. അതുപോലെ പൊന്നാടയ്ക്കൊപ്പം 7 എള്ളിൻ കുന്നും രത്നസമന്വിതമാണ് നൽകിയത്. എന്താ, ബ്രാഹ്മണരുടെ പ്രീതി കൊണ്ട് മാത്രമേ തങ്ങളുടെ രാജ്യത്തിനും അതേപോലെ തന്നെ തങ്ങളുടെ ആ നാടിനും ആ ഗോകുലത്തിനും അതേപോലെ തന്നെ ഈ ഉണ്ണികൾക്കും അഭിവൃദ്ധി ഉണ്ടാകൂ എന്ന് നന്ദഗോപർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അതെല്ലാം വേണ്ട വിധത്തിൽ തന്നെ ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിച്ചു. കാരണം കാലം, സ്നാനം, ശൗചം, തപസ്, അതേപോലെ തുഷ്ടി, ജ്ഞാനം, ദാനം ഇവയെല്ലാം ആത്മാവിനെയും ദ്രവ്യങ്ങളെയും ഒക്കെ ശുദ്ധമാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണരെ വേണ്ട വിധത്തിൽ ആചരിച്ചു. അവർ സ്വസ്തി ചൊല്ലി ഈ ഉണ്ണികളെയൊക്കെ അനുഗ്രഹിച്ചു. അതിന് ആ സമയത്ത് സൂതമാഗധ വന്തികളൊക്കെ വന്ന് വാഴ്ത്തി സ്തുതിച്ചു. കാരണം സാക്ഷാൽ ശ്രീഹരിമൂർത്തിയാണ് ഇപ്പോൾ ഇവിടെ ഗോകുലത്തിൽ അവതരിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം ഭേരികളും ദുന്ദുഭികളും ഒക്കെ മുഴക്കി ഗായകരൊക്കെ പാട്ടുപാടി ആനന്ദലഹരിയിലാണ്. അവിടെ യശോദാമയ്ക്ക് ഉണ്ണി പിറന്നതറിഞ്ഞ് ഗോകുലമാകെ ഇപ്പോൾ ഉത്സവലഹരിയിലാണ്. പിന്നെ ഗോകുലത്തിലാകട്ടെ രാവിലെ അവിടെ എല്ലാം തൂത്തുവാരി സുഗന്ധനീരൊക്കെ തളിച്ച് മാലയും കൊടിയും തളിരും പട്ടുമെല്ലാം അവിടെ നീളെ തോരണം തൂക്കി, അതുപോലെ പട്ടും പൊന്മാലയും മഞ്ഞളും എണ്ണയും പീലികളും ചായവും ഒക്കെ ചാർത്തി ഈ ഗോക്കളെ, അത് കറവ് പറ്റിയ പശുക്കളെ പോലും ഇങ്ങനെയൊക്കെ അലങ്കരിച്ച് അവിടമാകെ ശോഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ കറവ് പറ്റിയ പശുക്കൾ പോലും ആനന്ദലഹരിയിലാണ്. പിന്നെ അതേപോലെ തന്നെ അമൂല്യമായിട്ടുള്ള വസ്ത്രവും കുപ്പായവും തലപ്പാവും ഒക്കെ അണിഞ്ഞുകൊണ്ട് വിഭൂഷയും ഒക്കെ അണിഞ്ഞ് പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് അവിടെയുള്ള ഗോപന്മാരൊക്കെ ഇവിടെ യശോദാമയുടെ ഗൃഹത്തിലേക്ക് എത്തുന്നുണ്ട്. കാരണം യശോദാമയ്ക്ക് ഒരു പുത്രനുണ്ടായെന്ന് ആഹ്ലാദിച്ച് ഈ ഗോപികളൊക്കെ ആവട്ടെ നെറ്റിയിൽ കുങ്കുമവും കാതിൽ കേസരവും കണ്ണിൽ അഞ്ജനവും ഒക്കെ വരച്ച് വളരെ നല്ല വസ്ത്രഭൂഷാദികളൊക്കെ ചാർത്തിക്കൊണ്ട്
തുളുമ്പുന്ന പോർക്കുജങ്ങളും ഒക്കെയായിട്ട് അവരും എത്തി പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങളുമായിട്ട്. ഏറെക്കാലം സന്താനങ്ങൾ ഉണ്ടാകാതെ ഇരുന്നതായിരുന്നു നന്ദഗോപർക്കും യശോദാമയ്ക്കും. ഇപ്പോൾ നല്ല പ്രായം ഇച്ചിരി ഏറിയിരിക്കുന്നു. അല്പം ഏറിയ ഈ വേളയിലാണ്, അല്ലെങ്കിൽ അല്പം വൈകിയ വേളയിലാണ് ഇവർക്കൊരു പുത്രൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആ ഉണ്ണിക്കാകട്ടെ, ഉണ്ണിയുടെ ആ ഒരു സൗന്ദര്യവും അഴകും കൊണ്ട് ആ നന്ദഗോപരുടെ ഗോകുലത്തിലാകെ അതിയായ ആഹ്ലാദം. ഒരു ഉണ്ണി ഉണ്ടായി എന്ന് തന്നെയല്ല, ആ ഉണ്ണി ഉണ്ടായത് മുതൽ ഗോകുലത്തിലാകെ വല്ലാത്തൊരു ആനന്ദ തിരത്തള്ളലാണ്. അങ്ങനെയുള്ളിടത്താണ് ഇവരൊക്കെ തൂമുത്തുമാലയും കടകവും മണികുണ്ടലങ്ങളും പട്ടാടയും പതക്കവും ഒക്കെ ചാർത്തിക്കൊണ്ട് ആ തിരക്കിൽ അങ്ങനെ ചാഞ്ചാടി വരികയാണ്. അവരുടെ ആകട്ടെ മുടിയിൽ നിന്നൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ ഉതിർന്ന് വീഴുന്നുണ്ട് ആ നന്ദഗോപരുടെ ഗൃഹത്തിൽ. എന്നിട്ടും അവരാരും ഇതൊന്നും അറിയുന്നില്ല. ആനന്ദലഹരിയിൽ അങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഈ വരുന്നവരൊക്കെ ഈ നന്ദഗോപരുടെ 2 ഉണ്ണികൾക്കും ആയുസ്സും ആശിസ്സും ഒക്കെ നേർന്നുകൊണ്ട് ആ ഗോപസ്ത്രീകൾ മഞ്ഞൾ കുഴമ്പുനീരൊക്കെ അങ്ങനെ തേച്ച് ഈ ലോകനാഥനെ, സാക്ഷാൽ നാരായണമൂർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്കറിയില്ല ഈ കിടക്കുന്നത് ആ നാരായണമൂർത്തി തന്നെയാണെന്ന്. അങ്ങനെ ഈ വിശ്വേശ്വരനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ പിറന്ന ആ ശുഭവേളയിൽ അവിടെയൊക്കെ അങ്ങനെ ഉത്സവലഹരിയിൽ അങ്ങനെ ഗോകുലം തിളങ്ങി നിൽക്കുകയാണ്. തന്നെയല്ല പലതരത്തിലുള്ള വാദിത്രഘോഷങ്ങൾ ഒക്കെ ഉണ്ടായി അവിടെ. പിന്നെ ഇവരാകട്ടെ, ഈ ഗോപസ്ത്രീകളും ഗോപന്മാരും ഒക്കെ ആകട്ടെ, അവർ ഹർഷപുളകിതരായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ പാലും തൈരും നെയ്യും ഒക്കെ ഇവർ ഈ ഗോകുലത്തിലെ ഒരു ഉത്സവലഹരി എന്ന് പറയുമ്പോൾ അവർ ഈ ഗോവിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളൊക്കെ, ഇതുപോലെയുള്ള പാലും തൈരും നെയ്യുമൊക്കെ പരസ്പരം ചാർത്തുക, ഇങ്ങനെയൊക്കെയാണ് ഇവർ ആ ആഹ്ലാദം പങ്കിടുന്നത്. അതുപോലെ ഈ പശുപാലകരുമൊക്കെ ഇങ്ങനെ തന്നെയാണ് വെണ്ണയും നെയ്യുമൊക്കെ പരസ്പരം തേക്കുക, അവരവർ തന്നെ തേക്കുക. അങ്ങനെ അത്യധികം ആനന്ദലഹരിയിലാണിപ്പോൾ ഗോകുലം. അതുപോലെ തന്നെ ഔദാര്യനിധിയായിട്ടുള്ള ഈ നന്ദഗോപര് സൂതമാഗധ വന്ദിമാർ, അതുപോലെ വിദ്വാൻമാർ, പാട്ടുകാർ തുടങ്ങിയവർക്കൊക്കെ ഭയങ്കര ദാനശീലനാണ് നന്ദഗോപർ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ധാരാളം വസ്ത്രധനാദികളൊക്കെ നൽകി, അതുപോലെ വിഷ്ണുപ്രീതിക്കും പുത്രയശസ്സിനും വേണ്ടിയിട്ട് യഥോചിതം അവർ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതെല്ലാം നിർലോഭം തന്നെ ആ നന്ദഗോപർ അവർക്കൊക്കെ ഏകി. കാരണം തങ്ങൾക്ക് ഏറെ വയസ്സായതിന് ശേഷം കിട്ടിയ ഈ ഉണ്ണികൾക്ക് ഒരു ദോഷവും വരാതെ അവർക്ക് വേണ്ടത്ര ഐശ്വര്യവും യശസ്സും ഉണ്ടാകണം എന്നുള്ള ഒരു അതിയായ ഒരു പിതൃവാത്സല്യം, ആ ഒരു അടക്കാനാകാത്ത ആഗ്രഹം കൊണ്ട് തന്നെയല്ല, നന്ദഗോപരാകട്ടെ ദാനധർമാദികൾക്ക് പേരുകേട്ടതാണ്, അത്യധികം ധർമ്മിഷ്ഠനുമാണ്. അങ്ങനെയുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള വസനഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് ആ നന്ദഗോപരുടെ പത്നിയായ രോഹിണീ ദേവിയും നന്ദഗോപരുമൊക്കെ അതിയായി സന്തോഷിച്ചങ്ങനെ അവിടെ നടക്കുന്നത് നമുക്ക് കാണാം. ഇതൊരു രേഖാചിത്രം പോലെയാണ് ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന ആ നന്ദഗോപരുടെ ഗോകുലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. തന്നെയല്ല, ഈ ഉണ്ണി പിറന്ന അന്നു മുതൽക്ക്, ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ കറുത്ത ഉണ്ണി പിറന്ന അന്നു മുതൽക്ക് അവിടെ ഈ ഉണ്ണി ഉണ്ടായ നിമിഷം മുതൽ അവിടെ ആകെ അങ്ങനെ സർവസിദ്ധികളും പരിപൂർണമായി വിലസിക്കൊണ്ട് ലക്ഷ്മി ഭഗവതി അത്യധികം ആനന്ദിച്ച് കടാക്ഷിച്ചതുപോലെ ലക്ഷ്മി ഭഗവതി അവിടെ കളിയാടുന്ന പോലെയാണ് അവിടെ എല്ലാവർക്കും തോന്നുന്നത്. ആ സമയത്ത് അങ്ങനെ ഗോകുലം ആനന്ദലഹരിയിൽ മുഴുകിയിരുന്ന സമയത്ത് വാർഷിക കപ്പം കൊടുക്കാനായിട്ട് കംസൻ്റെ കൊട്ടാരത്തിലേക്ക് ഈ ഒരു ഗോകുലത്തിൻ്റെ മൊത്തം രക്ഷയെയൊക്കെ തൻ്റെ ഇപ്പോൾ പ്രസവിച്ച പത്നിമാരെയും അതേപോലെ തന്നെ ആ ഉണ്ണികളെ മാത്രമല്ല ആ ഗോകുലത്തിൻ്റെ മുഴുവൻ രക്ഷയും ഗോപന്മാരെ ഏൽപ്പിച്ചിട്ട് കംസൻ്റെ കൊട്ടാരത്തിലേക്ക് നന്ദഗോപർ പോകുന്നുണ്ട്, മധുരയിലേക്ക്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ മധുരയിലാകട്ടെ തൻ്റെ സഹോദരനായ ഈ നന്ദഗോപർ വന്നിട്ടുണ്ട്
കംസന് കപ്പം നൽകാനായി എന്നറിഞ്ഞുകൊണ്ട് നന്ദഗോപരുടെ വാസസ്ഥലത്തേക്ക് വസുദേവർ ചെല്ലുന്നു. ആ സമയത്ത് വസുദേവരുടെയും നന്ദഗോപരുടെയും ആ ഒരു സംഭാഷണം, അവരുടെ ആ ഒരു പരസ്പര സംവാദം അത്യധികം മനോഹരമായി തന്നെ വ്യാസഭഗവാൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ നന്ദഗോപരെ ചെന്ന് കാണുന്ന സമയത്ത് തന്നെ തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ പ്രാണനെ തിരിച്ചു കിട്ടിയതുപോലെയാണ് അത്രേ വസുദേവർക്ക് തോന്നിയത്. കാരണം തൻ്റെ പുത്രൻ ഈ നന്ദഗോപരുടെ കൈകളിലാണ് സുരക്ഷിതമായി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നന്ദഗോപരെ, തൻ്റെ പുത്രനെ സംരക്ഷിക്കുന്ന ആ നന്ദഗോപരെ കണ്ട മാത്രയിൽ തന്നെ ഇരു കൈകൾ കൊണ്ടും വസുദേവർ ഓടിച്ചെന്ന് ഗാഠം പുണർന്നു. അതിനുശേഷം ഇവർ തമ്മിൽ കുശല പ്രശ്നങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അങ്ങനെ നടത്തുമ്പോൾ വസുദേവർ നന്ദഗോപരോടായിട്ട് പറയുകയാണ്, അല്ലയോ നന്ദഗോപരെ, അങ്ങേക്ക് പ്രായമധികമായിട്ടും പുത്രനില്ലാതെ ദുഃഖിച്ചു കഴിഞ്ഞിരുന്നതാണ് അങ്ങ്. പക്ഷേ ഈ പ്രായത്തിലെങ്കിലും, ഈ ഒരു കാലത്തിലെങ്കിലും അങ്ങേക്ക് ഒരു പുത്രനെ ലഭിച്ചത് ഏറ്റവും ഭാഗ്യമായി. ഈ ഒരു സംസാര ചക്രത്തിൽ കറങ്ങുന്നവർ തമ്മിലിങ്ങനെ കാണുന്നത് തന്നെ, കാരണം ഇവർ രണ്ടുപേരും സംസാര ചക്രത്തിൻ്റെ ആ ഒരു ചുഴിക്കുഴിയിൽ പെട്ടിരിക്കുകയാണിപ്പോൾ. ഒരാളിന് ഇവിടെ വസുദേവർക്കാകട്ടെ തങ്ങളുടെ പുത്രനെ അവിടെ ഏൽപ്പിച്ചൊന്ന് കാണാനോ ലാളിക്കാനോ പോലും കഴിയാത്ത വിധത്തിലുള്ള സംസാര ദുഃഖത്തിൽ കഴിയുന്നു. അവിടെ നന്ദഗോപർക്ക് ഈ ഒരു പ്രായാധിക്യ സമയത്ത് ഉണ്ണിയെ കിട്ടിയെങ്കിലും ആ ഉണ്ണിയെക്കുറിച്ച് എന്തൊക്കെയോ ചില ഒരു ഉത്സവ ലഹരിയിലും ആ ഉണ്ണിയെ വേർപെട്ട് കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും, കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇവിടെ വന്നതിൻ്റെ ആ ഒരു വിരഹ ദുഃഖം, അങ്ങനെ രണ്ടുപേരും ഈ ഒരു സംസാര ദുഃഖ സാഗരത്തിലാണ്. അപ്പോൾ പറയാണ്, അങ്ങനെ തമ്മിൽ കാണുന്നത് തന്നെ ദുർലഭമാണ്. പിന്നെ ആകട്ടെ ഇപ്പോൾ ഇവിടെ അങ്ങേക്കൊരു പുത്രനെ കിട്ടിയത് കൊണ്ട് തന്നെ ഒരു പുനർജാതൻ്റെ മട്ട് എന്ന് പറഞ്ഞാൽ അത്യധികം അത്ര നാളും ദുഃഖിച്ചു കഴിഞ്ഞിരുന്ന പെട്ടെന്നൊരു ആഹ്ലാദ തിമിർപ്പ് അങ്ങയിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ തമ്മിൽ ഈ കണ്ടുമുട്ടിയത് തന്നെ ഒഴുക്കിൽപ്പെട്ട വിറക് പോലെ കർമ്മഭുക്കുകൾ, അങ്ങനെ ഒരു സുഹൃത്ത് സംഗമം ഒരിടത്തുണ്ടാകുന്നത് തന്നെ ദുർലഭമാണ് ഈ ലോകത്ത്. ഇപ്പോൾ ആകട്ടെ അങ്ങേക്കും സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റുള്ള ഗോക്കൾക്കും ഗോകുലത്തിനുമൊക്കെ സുഖമല്ലേ, എല്ലാവർക്കും നല്ല ക്ഷേമമല്ലേ, തന്നെയല്ല അവിടമാകെ സസ്യജലാപൂർണമല്ലേ ആ ഗോകുലമാകെ. പിന്നെ ചോദിക്കുകയാണ്, ആ ചോദ്യത്തിൽ ഒരു സൂചന കൂടി നന്ദഗോപർക്ക് വസുദേവർ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം. അവിടെ ചോദിക്കുന്നുണ്ട്, ആ വ്രജത്തിൽ കഴിയുന്ന എൻ്റെ മകൻ മാതാവായിട്ട് യശോദാമിയെയും അതുപോലെ തന്നെ താതനായിട്ട് അങ്ങും കൊടുക്കുന്ന ഈ ലാളന സുഖം അനുഭവിച്ച് സുഖമായി സന്തോഷമായി കഴിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എൻ്റെ മകൻ എന്നൊരു പ്രയോഗം വരുന്നിടത്ത് തന്നെ വസുദേവർ ഒരു സൂചന കൊടുക്കുകയാണ് എന്ന് നമുക്ക് കാണാം. ഇവിടെ മറ്റൊന്നുകൂടി വസുദേവർ പറയുന്നുണ്ട്, പുരുഷാർത്ഥങ്ങൾ മൂന്നും സുഹൃത് പ്രീതിക്ക് തന്നെയാണല്ലോ. അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ ദുഃഖിച്ചു വാഴുമ്പോൾ ധർമാർത്ഥ കാമങ്ങളൊക്കെയും നിഷ്ഫലം തന്നെയല്ലേ എന്നുകൂടി ചോദിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ അത് പറയാൻ കാരണം അത്യധികം തങ്ങൾക്ക് കിട്ടിയ പുത്രന്മാരെയൊക്കെ നഷ്ടപ്പെട്ട് ദുഃഖിച്ചു കഴിയുന്നവരാണ് ദേവകീദേവിയും വസുദേവരും. അവർക്ക് എല്ലാം ഉണ്ടായിട്ടും ധർമാർത്ഥ കാമങ്ങൾ എല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചിരുന്ന ധർമ്മിഷ്ഠനായ വസുദേവർക്കും അതുപോലെ തന്നെ ദേവകീദേവിക്കും ഇതൊക്കെ നിഷ്ഫലമായി പോയി തങ്ങളുടെക്ക് കിട്ടിയ അത്രയും ഉണ്ണികളെയും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ. ആ സമയത്ത് നന്ദഗോപർ പറയുകയാണ്, അല്ലയോ വസുദേവരെ, അങ്ങയുടെ ദേവകിയിലുണ്ടായ പുത്രരൊക്കെയും ആ കംസനാൽ മരിച്ചു. ആ വിവരമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവശേഷിച്ച ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു പുത്രിയോ അതാകട്ടെ അതും അങ്ങേക്ക് നഷ്ടമായി. അതാണെങ്കിൽ ആകാശത്തേക്ക് പറന്നു പോവുകയും ചെയ്തു. സത്യത്തിൽ ഈ ലോകം എന്ന് പറയുന്നത് തന്നെ അദൃശ്യനിഷ്ഠമാണ്. അത് ആരുടെയോ ഏതോ ഒരു അദൃശ്യ ശക്തിയാൽ നിയന്ത്രിതമാണ്, അതിൽ അധിഷ്ഠിതമാണിത്. ആ അദൃശ്യത്തിൽ തന്നെ ഒടുങ്ങുന്നവരാണ് നമ്മളൊക്കെയും. ഈ ഒരു ആത്മതത്വം നന്നായി ഒന്ന് ഗ്രഹിച്ചാൽ തന്നെ, അല്ലയോ നന്ദഗോപരെ, അല്ലയോ വസുദേവരെ, അങ്ങയുടെ ഈ വ്യാമോഹമെല്ലാം ദുഃഖമെല്ലാം
തീരുന്നതാണ്. ഇതാണ് പരമമായ തത്വം, ഇതാണ് പരമമായ സത്യമെന്നങ്ങ് അറിഞ്ഞാലും. ഇത് കേട്ടിട്ട് അപ്പോഴേക്കും വസുദേവർക്ക് ഉള്ളിലൊരു ഭീതി നിഴലെടുക്കാൻ തുടങ്ങി. വസുദേവർ പറയുകയാണ്, അല്ലയോ നന്ദഗോപരെ, നമ്മൾ തമ്മിൽ ഇപ്പോൾ കണ്ടു, കംസൻ അങ്ങ് കപ്പവും നൽകി കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യും, ഇവിടെ അധികം നേരം താമസിക്കേണ്ട, അങ്ങ് തിരിച്ച് ആ അമ്പാടിയിലേക്ക് പൊയ്ക്കോളൂ. അവിടെ എന്തൊക്കെയോ ചില ദുർലക്ഷണങ്ങൾ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് വസുദേവർ അവിടെ നിന്നും നന്ദഗോപരെ പെട്ടെന്ന് തന്നെ മടക്കി അയക്കാനുള്ള ഒരു ഒരുക്കം കൂട്ടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയും വസുദേവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദഗോപർ പിന്നെ അധികം അവിടെ വൈകാതെ കാളവണ്ടികളിൽ കയറിയിട്ട് തിരികെ ആ ഗോകുലത്തിലേക്ക് പോകുന്ന വരെയാണ് ശ്രീശുക മഹർഷി ഇവിടെ കഥ പറഞ്ഞ് നിർത്തുന്ന. ഈ ഒരു അധ്യായത്തിലൂടെ വ്യാസഭഗവാൻ ഇവിടെ കഥ അവസാനിപ്പിക്കുന്നത്. ശ്രീശുക മഹർഷി ഇവിടം വരെ കഥ പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാസഭഗവാൻ അവിടെ നിർത്തുകയാണ്. ഇപ്പോൾ ഈ കഥാസാരത്തിൽ പറഞ്ഞ ഓരോ വാക്കുകളും വ്യാസഭഗവാൻ രചിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കഥ ഈ ഉള്ളവൾ പറഞ്ഞതൊക്കെയും ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ, ഈ ഉണ്ണിക്കണ്ണൻ്റെ പാതാരവിന്ദങ്ങളിൽ ഭഗവാനെ വാക്മലരുകളായി സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് അത് സ്വീകരിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് എല്ലാം അവിടുത്തെ കാരുണ്യമാണ് ഭഗവാനെ, അവിടുന്ന് പറയിപ്പിച്ചതാണ്. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത ദിവസം മുതൽ നമുക്ക് 5-ാമത്തെ അധ്യായത്തിലെ ഓരോരോ ശ്ലോകങ്ങളിലൂടെ നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. അതും ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.